UK താമസിക്കുന്ന മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ പെർമനൻറ്റ് റെസിഡൻസിയുടെ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ്റെ കാര്യത്തിൽ ഇന്ന് UK പാർലമെൻറ്റിൽ നിന്ന് കുറേയധികം അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. ആ അറിയിപ്പുകളുടെ സമ്മറിയാണ് ഒന്ന് പറഞ്ഞത്. ഇത്രയും കാലം 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് PR കിട്ടുമായിരുന്നു. എന്നാൽ PRൻ്റെ ക്വാളിഫയിങ് പീരീഡ് എന്ന് പറയുന്നത് 10 വർഷമായിട്ട് അവർ ഉയർത്തിയിട്ടുണ്ട്. ഇനി നേഴ്സുമാർ, ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ് ഇങ്ങനെ തുടങ്ങിയ കുറച്ച് പ്രൊഫഷണൽസിന് 5 വർഷം കൊണ്ട് PR കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് NHSലും അല്ലെങ്കിൽ പബ്ലിക് സർവീസിലും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് 5 വർഷം കൊണ്ട് PR കിട്ടും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. RQF ലെവൽ 6ന് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ തത്തുല്യമായിട്ടുള്ള ഒരു ജോബിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ മാത്രമേ 5 വർഷം കൊണ്ട് അവർ ക്വാളിഫൈ ആകുള്ളൂ എന്നും കൂടി അവർ പറയുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ സാലറി, അതേപോലെ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പ്രൊഫഷൻസി, നിങ്ങളുടെ ജോബ്, ഈ 3 ക്രൈറ്റീരിയ വെച്ചിട്ടും ചില ആളുകൾക്ക് 5 വർഷം കൊണ്ട് PR കിട്ടാം എന്നും ഉള്ള കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നഴ്സുമാരും ഡോക്ടേഴ്സും ടീച്ചേഴ്സുമാരും മാത്രമേ ഇന്ന് സ്പെസിഫൈ ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും 10 വർഷത്തെ റൂട്ടിലാണുള്ളത്. ബാക്കിയുള്ള ജോബുകൾ ഏതൊക്കെയാണെന്ന് വരും ദിവസങ്ങൾ അറിയാൻ പറ്റും. ഇനി അടുത്ത റൂൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ ജോബ് RQF ലെവൽ 6ന് താഴെയുള്ള ജോബുകളാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ PRൻ്റെ എലിജിബിലിറ്റി പീരീഡ് എന്ന് പറയുന്നത് 10 വർഷമാണ്. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്, UK കെയറായിട്ട് വർക്ക് ചെയ്യുന്നവർ, കെയർ വർക്കേഴ്സിൻ്റെയും സീനിയർ കെയർ വർക്കേഴ്സിൻ്റെയും അതേപോലെ ഒരു ഹെൽത്ത് ആൻഡ് കെയർ വിസ കാറ്റഗറിയിൽ ഒരു ബാൻഡ് 5 കാറ്റഗറിക്ക് താഴെയുള്ള ജോബിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും PR ക്വാളിഫയിങ് പീരീഡ് എന്ന് പറയുന്നത് 15 വർഷമായിട്ട് ഗവൺമെൻറ് ഇൻക്രീസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നിലവിൽ UK വർക്ക് ചെയ്യുന്ന കെയർ വർക്കേഴ്സും സീനിയർ കെയർ വർക്കേഴ്സും ആയിട്ടുള്ള എല്ലാവർക്കും 15 വർഷം കഴിഞ്ഞാൽ മാത്രമേ PR എലിജിബിൾ ആകത്തുള്ളൂ. അവർ ഈ റൂള് കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ പറഞ്ഞത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ഏകദേശം 6 ലക്ഷം പേരാണ് ഈ ഒരു കെയർ വിസയിലും അല്ലെങ്കിൽ ഈ ഒരു ലോവർ കാറ്റഗറി വിസയിൽ UK വന്നിട്ടുള്ളത്. ഇന്ന് UK 30-ൽ ഒരാൾ ഈ ഒരു കാറ്റഗറിയിൽ വന്നിട്ടുള്ളവരാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 3-4 വർഷത്തിനുള്ളിൽ വന്നവരാണ്. അപ്പം അതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഇവർ ഈ റൂള് കൊണ്ടുവരുന്നത്. ഈ റൂളുകൾ ഏപ്രിൽ 2026 തൊട്ടാണ് പ്രാബല്യത്തിൽ വരുന്നത്. അതേപോലെ ഇന്നത്തെ അറിയിപ്പിനകത്ത് ഹോം സെക്രട്ടറി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഇത്രയും കാലം വളരെയധികം അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. UK PR ഉള്ളവരുടെ അല്ലെങ്കിൽ അവരുടെ PRകൾ ക്യാൻസൽ ചെയ്യും എന്നുള്ളൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഹോം സെക്രട്ടറി പറഞ്ഞത് PR ഉള്ളവരുടെ PRകൾ ക്യാൻസൽ ചെയ്യില്ല, അവർ നേടിയതിനകത്ത് ഒരു ചേഞ്ചും ഉണ്ടാകില്ല. ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് അവർ പറഞ്ഞ കാര്യം, PR എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ റൈറ്റ് അല്ല, അവകാശമല്ല, അത് ഏൺ ചെയ്യേണ്ട കാര്യമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ വരാൻ പാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് വരുന്നതനുസരിച്ച് അറിയിക്കാം. താങ്ക് യു സോ മച്ച്.